അങ്ങനെ കഴിഞ്ഞ 4-5 ദിവസത്തെ iOS 17.6 അപ്ഡേറ്റ് എസ്പെഷ്യലി ഓൺ iPhone 13 Pro ഡിവൈസിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്രയും ദിവസത്തെ യൂസേജിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മളെ ഫോളോവേഴ്സിനോട് ചോദിച്ചറിഞ്ഞിട്ടുള്ള യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അതിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസ്, ബാറ്ററി പെർഫോമൻസ്, iPhone 13 ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കുറേ കൺസേൺസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ 17.6 അപ്ഡേറ്റ്. ഇതിൽ iPhone 13 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പ്രൈമറി ഡിവൈസായിട്ട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 15 നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസ് ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2, 13 സീരീസിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഡിസ്പ്ലേ കംപ്ലയിൻറ്റുകൾ ധാരാളമായിട്ട് കൂടി വരുന്നു. അതോടൊപ്പം ഓൾറെഡി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തവർക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇഷ്യൂസ് സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ iPhone 13 Proയിൽ അത് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ സൈസ് ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ മോഡൽ അനുസരിച്ച് വേരി ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റ് ഇത്രയും സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് അത്യാവശ്യം ഒരു 300 MB 400 MB മേളിലൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും iTunes ഉപയോഗിച്ച് ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് iTunes ഉപയോഗിച്ച് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമ്മൾ OS ഓവർ റൈറ്റ് അല്ല ചെയ്യുന്നത്, ക്ലീൻ ഇൻസ്റ്റലേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ബഗ്ഗുകളും പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും. നമ്മൾ ഡിവൈസിൽ OT അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ iTunes ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അതാണ്. ഇനി ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. അതിനുശേഷം യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിലേക്കും ബാക്കിയുള്ള ഇഷ്യൂസ്, ബഗ്, അതിനുള്ള സൊല്യൂഷൻസും, ബാറ്ററി പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ഒപ്പീനിയനിൽ ഈ ഒരു അപ്ഡേറ്റ് ഒരിക്കലും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്കറിയാം iOS 18 ആണ് ഇപ്പോഴത്തെ നിലയിൽ ആപ്പിളിൻ്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. iOS 18 അടുത്ത മാസം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുമ്പോൾ മാക്സിമം ബഗ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകൾക്കും ഒപ്റ്റിമൈസ് ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആപ്പിളിൻ്റെ ഫുൾ റിസോഴ്സ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് iOS 18 അതുകൊണ്ട് തന്നെ നമുക്ക് iOS 17 വരുന്ന അപ്ഡേറ്റുകൾ വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന സെക്യൂരിറ്റി പാച്ചസ് ആണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ധാരാളം സെക്യൂരിറ്റി പാച്ചസ് ആണ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ധാരാളം, നമ്മൾ സ്ക്രോൾ ചെയ്താലും തീരത്തില്ല. അത്രയധികം വെബ്കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള, കേർണൽ ബേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പാച്ചസ് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പെർഫോമൻസ്, ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ സെറ്റിങ്സിൽ പോകുകയാണെങ്കിൽ 84% ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനിയും നമുക്കൊരു 10% കൂടെ നഷ്ടമായാലും നമുക്ക് വലിയ ചേഞ്ചസ് ഇല്ലാതെ ഈ ബാറ്ററിയുടെ ബാക്കപ്പിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഇനിയും യൂസ് ചെയ്യാൻ സാധിക്കും. 75 to 70% ആണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ബാറ്ററി നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. പിന്നെ പെർഫോമൻസ് വൈസ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ എവിടെയും യൂസേജിൽ ഉണ്ടായിട്ടില്ല. ആകെ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോൾ വരുന്ന സമയത്ത് വല്ലതും കോൾ സ്ലൈഡർ നമുക്ക് ചിലപ്പം സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ പോകുന്നു. 1-2 തവണ ചെയ്തതിന് ശേഷമായിരിക്കാം നമുക്ക് ആ ഒരു സ്ലൈഡർ പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഡിസ്പ്ലേ കൺസേൺസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു പകുതിയോടെ അല്ലെങ്കിൽ തുടക്കത്തോടെ ആയിരുന്നു ഈ ഡിസ്പ്ലേ ഇഷ്യൂസ് iPhone 13 സീരീസിൽ കൂടുതലായിട്ട് കണ്ടുവന്നത്. അത് ആ ഒരു അവസാനം 2023 അവസാനമൊക്കെ ആയപ്പം ആപ്പിൾ അത് റെക്കഗ്നൈസ് ചെയ്യും. അതിനുവേണ്ടി ഫ്രീ റീപ്ലേസ്മെൻറ്റ്, വാറണ്ടി, അണ്ടർ വാറണ്ടി ഡിവൈസ് ആയാലും അണ്ടർ വാറണ്ടി ഇല്ലാത്ത ഡിവൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ്, നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഇതുപോലത്തുള്ള അപ്ഡേറ്റ് വീഡിയോസിൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം മാക്സിമം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ആരെ കോൺടാക്റ്റ് ചെയ്യണം. കാരണം ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ചെന്നാൽ നമുക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം മിക്കവർക്കും ഉണ്ടാകുന്നത്. കാരണം അത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സാണ്. ആപ്പിളിൻ്റെ ഡയറക്റ്റ് സർവീസ് സെൻറ്റേഴ്സ് ഇന്ത്യയിലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഓൺലൈൻ സപ്പോർട്ടിലേക്ക്, അത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, മെയിൽ ചെയ്യാം. ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ആപ്പിൾ സപ്പോർട്ടിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ട ആ ഒരു ഫ്രീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൺസേൺസ് റേസ് ചെയ്തിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിലേക്ക് പോകുന്നതിന് പകരം ആപ്പിൾ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ട രീതിയിലുള്ള നീതികൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
ഞാൻ ഈ ഒരു മെയിൽ അഡ്രസ്സിലേക്ക്, ഇത് ടിം കുക്കിൻ്റെ ഓഫീസ് മെയിൽ അഡ്രസ്സാണ്, ഇതിലേക്ക് നമ്മുടെ കൺസേൺസ്, നമ്മുടെ ഈ ഒരു ഇഷ്യൂസ്, ഇപ്പം ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ലഭിക്കുന്നില്ല, അവർ എന്തെങ്കിലും ഉടായ്പകളൊക്കെയാണ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺസ് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെനുവിൻ കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ഉറപ്പായിട്ടും ലഭിക്കും. കാരണം എനിക്ക് പേഴ്സണലി അനുഭവമുള്ളതാണ്, അതുകൊണ്ട് ആ ഒരു വെളിച്ചത്തിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു റെസ്പോണ്ട് വന്നാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആപ്പിൾ സപ്പോർട്ടാണെങ്കിലും ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് ആണെങ്കിലും അതിനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. സോ കാര്യങ്ങൾ ഫാസ്റ്റപ്പ് ആകാൻ അല്ലെങ്കിൽ സ്പീഡപ്പ് ആകാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത് ചാടിക്കയറി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്പിൾ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഒരു പ്രാവശ്യം ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തവർക്ക് പോലും ഇതേ പ്രോബ്ലം വീണ്ടും ഉണ്ടാകുന്നു. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്, മാനസികാവസ്ഥ. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആപ്പിൾ ഇതിനൊരു പ്രോപ്പർ ആൻസർ തന്നേ പറ്റത്തുള്ളൂ. കാരണം അത്രയധികം കൺസേൺസ് വേൾഡ് വൈഡ്, ഗ്ലോബലി ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അത്രയധികം കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഉണ്ടാകും എന്ന് കരുതി പലരും അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് പോലും അപ്ഡേറ്റ് ചെയ്യാതെ തന്നെയും ഡിസ്പ്ലേ ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീനിലേക്കൊക്കെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആകുന്നു എന്നുള്ളൊരു കാര്യം അത് 100% കറക്റ്റ് അല്ല. അപ്ഡേറ്റ് ചെയ്യാതെയും ഫിസിക്കലി അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ ലെവലിൽ നിന്നുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും ഡിസ്പ്ലേ പെട്ടെന്ന് ഡാമേജ് ആകുന്നുണ്ട്. ഇനി മറ്റുള്ള യൂസേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിലേക്ക്, അവരുടെ കൺസേൺസ്, ബഗ് ഫിക്സിലേക്ക് വരുമ്പോൾ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. കുറേ അധികം ആളുകളും ഈ ഒരു അപ്ഡേറ്റ് നല്ലതാണ്, സൂപ്പറാണ്, ബാറ്ററി പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള കൺസേൺസ് ഒക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഇൻക്രെഡിബിൾ ബാറ്ററി ഡ്രെയിൻ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ധാരാളം യൂസേഴ്സ് അവരുടെ യൂസർ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡിവൈസുകളാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. സോ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസും കൂടെ മെൻഷൻ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു യൂസറിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് കരുതി നിങ്ങളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പല ഡിവൈസുകളും പല യൂസേഴ്സും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റും നമ്മൾ ഡിവൈസിൽ വരുമ്പം അതിൻ്റെ ഒരു ബിഹേവിയർ കാണിക്കുന്നത് പല രീതിയിലാണ്. ഒരാളുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ആണോന്നില്ല മറ്റൊരാളുടെ ഡിവൈസിൽ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്നാമത്തെ കാര്യം ബാറ്ററി ബാക്കപ്പാണ്. ബാക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് 1-2 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ബാക്കപ്പ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ പല ഇൻഡെക്സിങ്ങും കാര്യങ്ങളും കാൽക്കുലേഷൻസും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി യൂഷ്വലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഡ്രെയിൻ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1-2 ദിവസത്തിന് ശേഷം മാത്രം ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡ്രെയിനിങ് ഉള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി വെയിറ്റ് ചെയ്തതിന് ശേഷവും ഈ ഒരു ബാറ്ററി ഡ്രെയിനിങ് നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റീസെറ്റ് ഓൾ സെറ്റിങ്സ് ആണ്. റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷനിലുള്ള റീസെറ്റ് ഓൾ സെറ്റിങ്സ്, ഇത് സെറ്റിങ്സ് മാത്രമേ റീസെറ്റ് ആകത്തുള്ളൂ. നിങ്ങളുടെ ഫോണിലെ ഡാറ്റയോ ഫോട്ടോയോ വീഡിയോ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഇതേപോലെ തന്നെയാണ് ഹീറ്റിംഗ് ഇഷ്യൂ. ഹീറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കും. ഇതേപോലെ തന്നെയാണ് ഹീറ്റിങ്ങും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയും കുറയും, അതിനനുസരിച്ച് ഡിവൈസ് ഹീറ്റ് ആകും എന്നുള്ള കാര്യം നോർമലാണ്. അതിലും ഇതേ സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറേ ആളുകൾ മെൻഷൻ ചെയ്താണ് ക്യാമറയുടെ ക്വാളിറ്റി അവർക്ക് കുറഞ്ഞു എന്നുള്ളൊരു കൺസേൺ. ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ക്യാമറ ക്വാളിറ്റി കുറയുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ക്യാമറയ്ക്ക് എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും പിക്സലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കാം നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ പ്രോസസ്സിങ് പക്കയാകാത്ത രീതിയിൽ, ഫോട്ടോ എടുത്തതിന് ശേഷമുള്ള പോസ്റ്റ് പ്രോസസ്സിങ് കറക്റ്റ് ആകാത്ത രീതിയിലുള്ള ഇമേജുകൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങളൊന്ന് സിംപ്ലി റീസ്റ്റാർട്ട് ചെയ്താൽ മതി. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്യാമറ ബേസ് ചെയ്തിട്ടുള്ള ബഗ്ഗുകളൊക്കെ മാറുന്നതായിരിക്കും. ഒരു പരിധി വരെ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ക്യാമറ ക്വാളിറ്റി മോശമാകുന്നില്ല. പിന്നെ കൂടുതലും റിപ്പീറ്റ്ലി വന്ന ഒരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാതെ തന്നെ സൗണ്ട് കേൾക്കുന്നു. അതായത് നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വരുന്ന പോലത്തെ ബഗ് ഉണ്ട് എന്നുള്ള കാര്യം. സോ അത് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു ബഗ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ബഗ് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നിങ്ങളുടെ ഫോക്കസ് മോഡ് എന്തെങ്കിലും എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം നോട്ടിഫിക്കേഷൻസ് കാണിക്കാതെ തന്നെ നമുക്ക് സൗണ്ട് ചിലപ്പം കാണിക്കും. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷനും ഇതുപോലെ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഇതേ സെയിം പ്രോബ്ലം കാണിക്കും.
കാരണം നമുക്കറിയാം വാട്സാപ്പിന് ഒരു ടൈമിലുണ്ടായിരുന്നു വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു മെസ്സേജോ ഫോട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ അത് നമ്മൾ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രോബ്ലം സോൾവ് ആക്കിയത് റീസെറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ റീസെറ്റ് ചെയ്ത സമയത്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ആയതാണ്. സോ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റീസെറ്റിൽ ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് ടാപ്പ് ടു വേക്ക് ബഗ്ഗാണ്. ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ 15 Proയിൽ ഞാൻ അത് ഫേസ് ചെയ്തായിരുന്നു. ഇനി ബാക്കിയുള്ള ഡിവൈസുകളിൽ 13 അല്ലെങ്കിൽ മറ്റ് യൂസേഴ്സിന് അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിൽ നമ്മൾ ഡിസ്പ്ലേ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേക്കാതിരിക്കുന്നു. എപ്പോഴും ഇതേ സെയിം ബഗ്ഗില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഡിസ്പ്ലേ ടാപ്പ് ചെയ്താൽ വേക്കാകത്തില്ല. അത് പവർ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഡിസ്പ്ലേ വേക്കാവുന്നുള്ളൂ. അതൊരു ടെമ്പററി ഫിക്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റീസ്റ്റാർട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇനി ആരൊക്കെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യാത്തൊരു ധാരാളം പേര് കാണും. സോ അവരോട് ഞാൻ പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യത്തിനൊന്നും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. കേർണൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡിവൈസിൻ്റെ OSനെ ബാധിക്കുന്ന കോർ എലമെൻറ്റിൽ ബാധിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് കൺസേൺസ് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. രണ്ട്, നിങ്ങൾ ഇപ്പോഴും പ്രീവിയസ് അപ്ഡേറ്റിൽ അതായത് 17.3-ലോ 4-ലോ 5-ലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ബഗ്ഗുകൾ അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഈ ഒരു അപ്ഡേറ്റിൽ മോഡം ഫേംവെയർ അപ്ഡേറ്റും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള കുറേയധികം ഇഷ്യൂസ് ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും. 17.6-ൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് മോശമല്ലാത്തൊരു അപ്ഡേറ്റ് ആണ് 17.6. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.